ഇന്ന് ദൈവവചനത്തിലെ ഒരു വാക്യം വായിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ പ്രാവശ്യത്തെ ഈ യോഗങ്ങൾക്ക് പൊതുവെ എടുത്തിട്ടുള്ള തീം മലാക്കി പ്രവചനം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ നിന്നാണ്. മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് ചോദിക്കുന്നു. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ 2-ാം ഭാഗം, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും മടങ്ങി വരും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യും. മലാക്കി പ്രവചനം പഴയ നിയമ തിരുവെഴുത്തുകളുടെ അവസാനത്തെ കാനോനിക ഗ്രന്ഥമായിട്ടാണ് നാം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം കുറേ വർഷങ്ങൾ പ്രവാചക ശബ്ദം ഇല്ലാതിരുന്നിട്ട് പിന്നീടാണ് യോഹന്നാൻ സ്നാപകൻ ഏതാണ്ട് 400 വർഷത്തിന് ശേഷം രംഗപ്രവേശം ചെയ്യുന്നത്. അങ്ങനെ പ്രവാചക ശബ്ദം ഇല്ലാതിരിക്കുവാനും അക്കാലത്തെ ദൈവജനത്തിൻ്റെ തോൽവികൾ പ്രധാന കാരണമായി. മലാക്കി പ്രവചനം ജനത്തിൻ്റെ തോൽവിയിൽ നിന്ന് മടങ്ങി ദൈവത്തിങ്കിലേക്ക് വരാനുള്ള ക്ഷണം നൽകുന്നതാണ്. ഈ ജനത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് ദൈവത്തിൻ്റെ ജനം എന്നറിയപ്പെട്ടിരുന്നത് ഇസ്രയേൽ ജനമാണ്. ആ ജനം ദൈവം പ്രത്യേകം തനിക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ച് ഉഭയസമ്മതം ചെയ്ത് സ്വന്തമാക്കിയ ഒരു കൂട്ടം ജനമാണ്. ബാക്കി എല്ലാ ജനത്തിൽ നിന്നും വ്യത്യസ്തരായി. വചനം പറയുന്നത് എല്ലാവരും ദൈവത്തിൻ്റെ വകയെ, പക്ഷേ നിങ്ങൾ എൻ്റെ വചനം കേട്ടനുസരിക്കുകയും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്തായിരിക്കും എന്ന് പറഞ്ഞ് ജനത്തെ ദൈവം പ്രത്യേകം വേർതിരിച്ച് വിളിച്ച് എടുത്തതാണ്. ആ ജനത്തോട് തൻ്റെ നിയമങ്ങൾ ദൈവം അറിയിച്ചു. നേരിട്ട് ദൈവം ഇറങ്ങി വന്ന് തന്നെ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞത് മാത്രമല്ല, അവർ പാർത്ത ദേശത്തിനടുത്ത മലയിൽ ദൈവം ഇറങ്ങി വന്ന് അവർ കാണുക, അവർ കേൾക്കെ ഉച്ചത്തിൽ തൻ്റെ അരുളപ്പാടുകളും ഹിതങ്ങളും വിളിച്ചു പറയുകയും അവിടുത്തെ തിരുക്കരത്താൽ തന്നെ കൽപ്പനകൾ എഴുതി അവർക്ക് കൊടുക്കുകയും ചെയ്തതാണ്. അങ്ങനെ പ്രത്യേകമായി ദൈവം എടുത്ത ജനം, ആ വചനം കേട്ട ഈ ജനം, ഈ വചനമനുസരിച്ച് ഞങ്ങൾ ജീവിച്ചു കൊള്ളാം എന്ന് ദൈവത്തോട് വാക്കു പറഞ്ഞു. അങ്ങനെ ദൈവം പറഞ്ഞ വാക്കിന് മറുപടിയായി അതനുസരിച്ച് ഞങ്ങൾ ജീവിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മേൽ രക്തം തളിച്ച് ഈ ന്യായപ്രമാണത്തെ മുദ്രയിട്ട് അവരെ പ്രത്യേകമായി ദൈവം എടുത്തു. ദൈവം പറഞ്ഞു, യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാണ്, നിങ്ങൾ എനിക്ക് ജനമാണ്, നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്തായിരിക്കും എന്ന് ദൈവം അവരോട് അരുളി ചെയ്ത് അവരെ വേർതിരിച്ചതാണ്. അവരുടെ അനുഗ്രഹങ്ങളും അവിടുത്തെ ന്യായപ്രമാണങ്ങളും വചനങ്ങളും അനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ വെളിച്ചത്തിലായിരിക്കും എന്ന് ആവർത്തന പുസ്തകം 28-ഉം 29-ഉം അധ്യായങ്ങൾ വ്യക്തമായി അവരോട് വിളിച്ചു പറഞ്ഞു. ഈ ജനത്തെ അനുഗ്രഹിക്കാനാണ് ദൈവം തീരുമാനിച്ചത്. ദൈവം അനുഗ്രഹങ്ങളുടെ നീണ്ട ലിസ്റ്റ് അവരോട് പറയുകയും ചെയ്തു. പക്ഷേ എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട അടിസ്ഥാനം ദൈവവചനം അനുസരിച്ചുള്ള ജീവിതം എന്നതായിരുന്നു. അങ്ങനെ ആ കൽപ്പന കിട്ടിയ ജനമെങ്കിലും അവർ വാസ്തവത്തിൽ ഈ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ പരാജയപ്പെട്ടു. ദൈവത്തെ സേവിക്കുവാനും വചനപ്രകാരം ജീവിക്കുവാനും അവർ കൂട്ടാക്കിയില്ല. മറ്റ് പലതിലേക്കും തിരിഞ്ഞ ഈ ജനത്തെ കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ അയച്ച് ദൈവം അവരോട് സംസാരിക്കുകയും അവരെ മടക്കി വരുത്താൻ പരിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പ്രവാചക ശബ്ദമെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഓരോരോ സന്ദർഭങ്ങളിലും അവർ തോറ്റുപോയി. അങ്ങനെ തോറ്റതിൻ്റെ ഏതാണ്ട് ഒടുവിലത്തെ ഭാഗം മലാക്കി പ്രവചനത്തിലേക്ക് വരുമ്പോൾ ദൈവം അവരോട് വളരെ കർശനമായി അവർ സംസാരിച്ച് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ,
മടങ്ങി വന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും മടങ്ങി വരുവാൻ. അങ്ങനെ പറയാൻ കാരണം, ദൈവത്തിന്റെ കൽപ്പന വിട്ടുപോയ ഈ ജനം പലവിധ ന്യായവിധികളിൽ അകപ്പെട്ടു, ദണ്ഡനങ്ങളിൽ അകപ്പെട്ടു. ദൈവം അവർക്ക് കൊടുത്ത ദേശം പോലും അവർക്ക് സ്വന്തമായി വെച്ചേക്കാൻ കഴിയാതെ അന്യജാതിക്കാർ, അന്യരാജ്യക്കാർ അവരുടെ ദേശത്തെ വന്ന് ആക്രമിച്ച് അവരെ തോൽപ്പിക്കുകയും അവരുടെ ദേശം കൈവശമാക്കുകയും ഇവരെ അടിമകളായി അനേക രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്ന് മാത്രമല്ല, അവരുടെ പവിത്രമായ ആരാധന സ്ഥലം പോലും പിടിക്കപ്പെട്ടു പോയി. അങ്ങനെ എല്ലാ തരത്തിലും തോറ്റ ഈ ജനത്തോട് ദൈവം തന്റെ വചനത്താൽ അരുളി ചെയ്ത് പറയുകയാണ്, ഈ വിധ നാശങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വിടുതലുണ്ട്, നിങ്ങൾക്ക് മോചനമുണ്ട്. പക്ഷേ നിങ്ങൾ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരണം, എന്റെ വചനത്തിലേക്ക് വരണം, എന്റെ പ്രമാണങ്ങൾ അനുസരിക്കുവാൻ തയ്യാറാവണം. അങ്ങനെ എല്ലാം പറഞ്ഞെങ്കിലും മടക്കി വിളിക്കാൻ ദൈവം ഈ പ്രവാചകന്മാരെ അയച്ചു. അവസാനം ഈ മലാക്കി പ്രവാചകനിലൂടെ ദൈവം വിളിച്ചു പറയുകയാണ്, ഞാൻ ഒരു ദൂതനെ അയക്കും, ആ ദൂതൻ വന്ന് വഴിയൊരുക്കും. യഹോവയ്ക്ക് വഴിയൊരുക്കാൻ, മഹാരാജാവായ ദൈവത്തിന്റെ എഴുന്നള്ളത്തിന് വഴിയൊരുക്കാൻ ഒരു പ്രവാചകനെ അയക്കും. ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടി ഒരുവനെ അയക്കും. അവൻ വന്ന് അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. അങ്ങനെ ഒരുവനെ ഞാൻ പറഞ്ഞുവിടും എന്ന് ദൈവം പറഞ്ഞു. ആ വചനപ്രകാരം യോഹന്നാൻ സ്നാപകൻ വന്നു, ജനത്തെ പ്രബോധിപ്പിച്ച് വിളിച്ചു, മാനസാന്തരപ്പെടുകയും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ട ഒരു കൂട്ടം ജനം അവരെ അംഗീകരിച്ചു. ഈ മശീഹയെ സ്വീകരിക്കാൻ, താൻ പരിചയപ്പെടുത്തി മശീഹയെ സ്വീകരിക്കാൻ ഒരു വിഭാഗം ജനത്തെ ഒരുക്കി എന്ന് പറയുമ്പോഴും, അങ്ങനൊരു ആത്മീയ നവോത്ഥാനം ജനത്തിനിടയിൽ സംഭവിച്ചു എന്ന് പറയുമ്പോഴും, 3.5 വർഷത്തെ ഈ വലിയ മശീഹയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളും നടക്കുന്നത് നേരിട്ട് കണ്ടിട്ടും, താൻ ദൈവമാണെന്ന് തെളിയത്തക്കവണ്ണമുള്ള അത്ഭുതങ്ങൾ, മരിച്ചവരെ ഉയർപ്പിക്കുന്നത്, പ്രകൃതിയെ ശാന്തമാക്കുന്നത്, ഒരു മനുഷ്യരും ചെയ്യാൻ കഴിയാത്ത, ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികൾ ചെയ്യുന്നത് പൊതുജനം നിരന്തരം കണ്ടിട്ടും അവിടുത്തെ അംഗീകരിക്കാൻ തയ്യാറാകാതെ ഒടുവിൽ അവർക്ക് വന്ന രക്ഷകനെയും ക്രൂശിൽ തറച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെ ദൈവത്തിന്റെ ജനമായി, ദൈവത്തിന്റെ സ്വന്തം ജനമായ ഈ ഇസ്രായേൽ ദൈവത്തെ തള്ളി, ദൈവം അവരെയും തള്ളി. അങ്ങനെ ദൈവത്തിന്റെ ജനമായിരുന്നവരെ നീക്കിക്കളഞ്ഞിട്ട് ലോകത്തിൽ സകല ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഒരു കൂട്ടം ജനത്തെ ദൈവം തെരഞ്ഞെടുത്തു. ഒരു ജാതിയുടെ മാത്രം വകയല്ലിത്. മേലാൽ അഖിലാണ്ടത്തിലുള്ള ഏത് മനുഷ്യർക്കും, ഏത് ജാതിക്കും ഈ ജീവനുള്ള സത്യദൈവത്തെ സേവിക്കാൻ വഴി തുറന്ന് അവകാശം കൊടുത്ത് ക്രൂശിൽ ചൊരിഞ്ഞ ആ രക്തം നിമിത്തം, അവിടെ ചിന്തിയ ദേഹമെന്ന തിരശീല നിമിത്തം ആർക്കും ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിന് വഴി തുറന്നു. അവിടെയാണ് നമുക്ക് ദൈവമക്കളായി തീരാനുള്ള വാതിൽ തുറക്കപ്പെട്ടത്. ഈ ഇസ്രായേൽ പ്രവൃത്തിയോട് സംബന്ധമില്ലാത്തവരായി, വാഗ്ദത്തന നിയമങ്ങൾക്ക് അന്യരായി, പരദേശികളായി, ലോകത്തിൽ ദൈവമില്ലാത്തവരായി ജീവിച്ച നമ്മെ യേശുക്രിസ്തു മുഖാന്തരം തിരഞ്ഞെടുത്ത് നമ്മെ ദൈവത്തിന്റെ ജനമാക്കിയെന്ന് മാത്രമല്ല, സാക്ഷാൽ ഇസ്രായേലിയരാക്കി നമ്മെ തീർത്തു. ജാതി കൊണ്ട് ഇസ്രായേലിയരല്ല, ആത്മീയ അനുഭവത്തിൽ ശരിയായ ഇസ്രായേൽ, ആത്മീയ ഇസ്രായേൽ എന്ന നിലയിൽ നമ്മെ കൊണ്ടുവന്നു. അവർക്കുള്ള ശാരീരിക അടയാളം പോലെ ശരീരത്തിലുള്ള അടയാളം നൽകിയിട്ടല്ല, ഹൃദയ പരിച്ഛേദനം നൽകി, ഉള്ളത്തിൽ രൂപാന്തരം നൽകി, മനുഷ്യരെ ദൈവത്തിലേക്ക് എടുക്കുന്ന അത്ഭുതകരമായ പ്രവൃത്തി യേശു ക്രിസ്തുവിലൂടെ നിവർത്തിച്ചെടുത്തു. അങ്ങനെ നിവർത്തിച്ചെടുത്ത നമ്മെ ഇന്ന് വിളിക്കുന്നത് ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ മക്കൾ, സാക്ഷാൽ ഇസ്രായേലിയർ. ഈ ഇസ്രായേലിയരായ നമ്മളും
മലാക്കി പ്രവചനത്തിൽ പറയുന്നത് പോലെ പല പല തോൽവികൾ അവരുടെ ജീവിതത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ആരാധനയിൽ ശരിയായ ആരാധന നടത്തേണ്ടതിന് പകരം ചടങ്ങിന്റെ ആരാധനയായി ദൈവത്തിന് ബഹുമാനം കൊടുക്കാത്ത തരത്തിൽ തങ്ങളുടെ സ്വാർത്ഥതയ്ക്കും തങ്ങളുടെ ഇഷ്ടത്തിനും വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥിതി എത്തി. ശുശ്രൂഷകളിൽ പരാജയം സംഭവിച്ചു. നീതിയോടെ ചെയ്യേണ്ടതിന് പകരം അനീതി ചെയ്യാൻ തുടങ്ങി, പക്ഷാഭേദങ്ങൾ കാണിക്കാൻ തുടങ്ങി, മുഖപക്ഷം കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ശുശ്രൂഷകളിൽ അവർക്ക് പരാജയം വന്നു. മാത്രമല്ല, കുടുംബ ജീവിതത്തിൽ വളരെ പരാജയപ്പെട്ട് ഒന്നിച്ച് ജീവിക്കാൻ ദൈവം കൂട്ടിയോജിപ്പിച്ച ഭർത്താവും ഭാര്യയെ ഒന്നിച്ച് ജീവിക്കാൻ പറ്റാതെ സ്വാർത്ഥതയും പാപവും വന്നു. അവിശ്വസ്തത കാണിച്ച് അങ്ങനെ വിവാഹ മോചനം നേടി കുടുംബങ്ങൾ ദുഃഖത്തിലായി. ദൈവത്തിന്റെ മുമ്പാകെ ജനം കണ്ണുനീരൊഴുക്കി വേദനപ്പെട്ട് നിലവിളിക്കുന്ന ഭീകര രംഗം കണ്ടിട്ട് ദൈവം വിളിച്ചു പറഞ്ഞു, ഞാൻ വിവാഹമോചനം വെറുക്കുന്നു. എന്റെ യാഗപീഠത്തെ ഇത്തരത്തിൽ കണ്ണുനീർ കൊണ്ട് നിറയ്ക്കാനുള്ളതല്ല, സ്വസ്ഥമായ കുടുംബജീവിതം ഉണ്ടാകേണ്ടതാണ് എന്ന് ദൈവം അവരോട് വിളിച്ചു പറഞ്ഞു. എല്ലാ കാലത്തും പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ തലമുറയിലും ദൈവത്തിന് ഇതേ സംഗതികൾ വിളിച്ചു പറയാനുണ്ട്. സ്വാർത്ഥത നിമിത്തവും തെറ്റ് നിമിത്തവും പാപനിമിത്തവും അനേകം കുടുംബങ്ങൾ തോറ്റുപോകുമ്പോൾ, വിശ്വാസി കുടുംബങ്ങളിൽ വിവാഹം മോചനം നടക്കുമ്പോ, പുനർവിവാഹം നടക്കുമ്പോ ദൈവത്തിന് വിളിച്ചു പറയാനുള്ളത്, ദൈവം ചോദിക്കുന്നു, നിങ്ങൾ ഉഭയസമ്മതം ചെയ്ത് ധർമ്മപത്നിയായി സ്വീകരിച്ച നിന്റെ ഭാര്യയോട്, നിന്റെ ഭർത്താവിനോട് അവിശ്വസ്തത കാണിക്കുന്നതിന് ന്യായീകരണം എന്താണ്? ഇങ്ങനെ എന്റെ യാഗപീഠത്തെ ദുഃഖം കൊണ്ട് നിറക്കിയാൽ നിങ്ങളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. വിശുദ്ധമായ ആരാധന അർപ്പിക്കാതെ നിങ്ങളെ എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ദൈവത്തിന് കൊടുക്കേണ്ട ദശാംശവും വഴിപാടുകളും കൊടുക്കാതെ അത് തങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് അത് പാടില്ല എന്ന് ദൈവം തന്റെ ന്യായപ്രമാണത്തിൽ കൃത്യമായി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വചനം കൃത്യമായി നിലനിൽക്കെ അതിന് തയ്യാറാകാതെ അതിൽ നിന്നും എടുത്ത് ദൈവത്തെ മോഷ്ടിച്ച ജനത്തോട് ദൈവം പറഞ്ഞു, നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. ദൈവത്തിന്റെ വക അപഹരിക്കുന്ന നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടാൻ സാധ്യമല്ല എന്ന് ദൈവം വിളിച്ചു പറഞ്ഞു. ഇന്ന് ഒരു കൂട്ടം ആളുകൾ വേദപുസ്തകത്തിൽ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് വേണ്ട വിധത്തിൽ തിരിച്ചറിയാതെ ദശാംശവും വഴിപാടുകളും ഒക്കെ കൊടുക്കുന്നതിനെ വിരോധിക്കുന്നവരും കൊടുക്കാത്തവരുമായി ജീവിക്കുന്ന ജനത്തോടും ഈ തിരുവെഴുത്തിന് വിളിച്ചു പറയാനുള്ളത്, ദൈവത്തിന്റെ വക ദൈവത്തിന് കൊടുക്കേണ്ടതാണ്. ഈ പുതിയ നിയമസഭയിലും ഈ വിധ തെറ്റുകളും തിന്മകളും ധാരാളം വന്നുകൂടിയിരിക്കുന്നു. ശുശ്രൂഷയെ ബഹുമാനിക്കാതെ വളരെ വില കുറഞ്ഞ തരത്തിൽ ശുശ്രൂഷയെ കുറിച്ച് സംസാരിക്കുന്ന ശുശ്രൂഷകരുണ്ട്, ജനമുണ്ട്. ഇതെന്തോ ഒരു തൊഴിലായി മാത്രം കരുതുന്ന കുറെ ആളുകൾ, ഇതിനെ വേണ്ട വിധത്തിൽ ബഹുമാനിക്കാത്ത ഒരു കൂട്ടം ജനം, അങ്ങനെ എല്ലാം ജീവിക്കുന്നതിന്റെ നടുവിൽ ദൈവം ഇസ്രായേലിനോട് വിളിച്ചു പറഞ്ഞു, എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ. എന്റെ അടുക്കലേക്ക് മടങ്ങി വന്നാൽ സ്ഥിതിക്ക് ഞാൻ വ്യത്യാസം വരുത്തും. വ്യക്തികളുടെ സ്ഥിതിക്ക് ഞാൻ വ്യത്യാസം വരുത്തും. കുടുംബങ്ങളുടെ സ്ഥിതിക്ക് ഞാൻ വ്യത്യാസം വരുത്തും. ദേശത്തിന്റെ സ്ഥിതിക്ക് ഞാൻ വ്യത്യാസം വരുത്തും. സഭകൾക്ക് ഞാൻ വ്യത്യാസം വരുത്തും. ഭാരതത്തിൽ ഒരു ദൈവപ്രവൃത്തി ഈ ഭാരത ജനം കാണേണ്ടതാണ്. ക്രിസ്ത്യാനികൾ ധാരാളം നിവസിക്കുന്ന ഈ കേരളത്തിൽ, പെന്തിക്കോസ്തുകാരുടെ വലിയൊരു സംഘമുള്ള ഈ കേരളത്തിൽ സാക്ഷാൽ ആത്മീക ജീവിതം എന്താണെന്നും സാക്ഷാൽ സത്യ ക്രിസ്ത്യാനിത്വം എന്താണെന്നും വെളിപ്പെടുത്താൻ നമുക്ക് ബാധ്യസ്ഥതയുണ്ട്. ദൈവത്തെ കാണിച്ചു കൊടുക്കേണ്ടെന്ന നമ്മിലേക്ക് തിരിഞ്ഞ് നമ്മുടെ സ്വാർത്ഥതയ്ക്കും നമ്മുടെ ജഡത്തിനും തിരിഞ്ഞിരിക്കുന്ന കാലം വിട്ട് നേരെ തിരിഞ്ഞ് ദൈവത്തെങ്കിലേക്ക് വരണമെന്നും മാനസാന്തരപ്പെടണമെന്നും ദൈവാനുഗ്രഹത്തിലേക്കും ദൈവശക്തിയിലേക്കും പുതിയ നിയമസഭ, ഇന്നത്തെ പെന്തിക്കോസ്ത് ജനം തിരിച്ചു വരണമെന്നും, പെന്തിക്കോസ്ത് സഭ മാത്രമല്ല എല്ലാ ക്രിസ്തീയ സഭകളും ദൈവ വചനത്തിലേക്ക് മടങ്ങി വരണമെന്നും വിശുദ്ധ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്നും ദൈവം തന്റെ വചനത്തിലൂടെ പറയുന്നു. ഈ ആഴ്ചയിൽ ഇവിടെ പ്രധാനമായി പ്രതിപാദിക്കുന്നത് ദൈവത്തിലേക്ക് മടങ്ങി വരൂ. മടങ്ങി വന്നാൽ ദൈവം നമ്മിലേക്കും മടങ്ങി വരും. ഈ രാജ്യത്തിൽ ദൈവപ്രവൃത്തി ഉണ്ടാകും.
എന്ന് പല വർഷങ്ങളായി ദൈവം ദേശത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കേട്ടിട്ടുള്ള അനേകം മനുഷ്യരുണ്ട്. ഈ കേരളത്തിൽ ഇത് കേട്ടവരുണ്ട്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത് കേട്ട അനേകരുണ്ട്. ഈ രാജ്യത്ത് ജീവിക്കുന്ന അനേകം മലയാളികൾ ഈ രംഗശബ്ദം കേട്ട് ഈ രാജ്യത്തെ വിടുതലിന് വേണ്ടി നിരന്തരം ജാഗരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നത് ഒരുപക്ഷെ പലരും അറിയാത്ത ഒരു സത്യമാണ്. അതിനുവേണ്ടി ജാഗരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. ദൈവം ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവം ആത്മാക്കളെ രക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പല തിന്മയും നടക്കുന്നതിന് നടുവിലും സുവിശേഷത്തിന് വിരോധം ഈ രാജ്യത്ത് വർദ്ധിച്ച് പെരുകുന്ന കാലത്തും ദൈവത്തിന്റെ ആത്മാവ് ദേശത്ത് പ്രവർത്തിച്ച് വലിയ കൂട്ടം ജനം ദൈവത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നടുവിൽ മലയാളം ഡിസ്ട്രിക്റ്റിനോടും ദൈവത്തിന് പറയാനുള്ള സന്ദേശം, എന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും മടങ്ങി വരും. ആ വലിയ ആഹ്വാനം കൈക്കൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, വിശുദ്ധ വചനപ്രകാരം ജീവിക്കുവാൻ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ മേലുണ്ടാവും. അതിനുവേണ്ടി നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. പിതാവേ, ഈ ആണ്ടത്തെ ഈ ജനറൽ കൺവെൻഷൻ ഞങ്ങൾ അങ്ങയുടെ മുൻപാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം ഞങ്ങളുടെ മേൽ വരേണ്ടതിന്, ദൈവത്തിന്റെ കൃപയും ശക്തിയും ഞങ്ങളുടെ മേൽ പകരേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം ഈ ആഴ്ചത്തെ യോഗത്തിൽ മൊത്തം വ്യാപരിക്കുവാനും ഓരോ കൂട്ടങ്ങളിലും പരിശുദ്ധാത്മ പ്രവൃത്തി അയക്കുവാനും അവിടുത്തെ ശക്തി പകരണമേ, ആത്മസാന്നിധ്യം അയക്കണമേ. ബഹുമാനവും പുകഴ്ചയും അങ്ങയുടെ മുൻപാകെ അർപ്പിക്കുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.